ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ കനക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിൽ ഒന്നാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഹാർഷായിട്ടുള്ള സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെറും ഒരു ഉപരോധത്തിനപ്പുറം ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് പോലും വൻ തിരിച്ചടി നൽകുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലോകത്തിന്റെ സാമ്പത്തിക രംഗത്തെയും എണ്ണ വിപണിയും ഒരുപോലെ പിടിച്ചു കുലുക്കുന്ന ഈ നീക്കത്തിന് പിന്നിൽ എന്താണ് വിശദമായിട്ട് നോക്കാം. ഇറാനെതിരെ അമേരിക്ക ഇതുവരെ നടത്തിയ യുദ്ധം മിസൈൽസ് കൊണ്ടും ഫൈറ്റർ ജെറ്റ്സ് കൊണ്ടും നേവൽ ബ്ലോക്കേഡ് കൊണ്ടും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപ് പറയുന്നത് അതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റൊരു യുദ്ധത്തെ കുറിച്ചാണ്. അത് തുടങ്ങുകയാണ്. ഇക്കണോമിക് വാർ. ഇതുവരെ ഒരു രാജ്യത്തിനെതിരെ എടുത്തതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഇക്കണോമിക് ഓപ്പറേഷൻ ആണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇറാനുമായി ബിസിനസ് ചെയ്യുന്ന രാജ്യം പോലും ഇനി അമേരിക്കയുടെ ടാർഗറ്റ് ആകാമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. ഓയിൽ സ്മഗ്ലിംഗ്, ക്യാഷ് ട്രാൻസ്ഫേഴ്സ്, ഷിപ്പ് രജിസ്ട്രീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എയർപോർട്ടുകൾ, ഗവൺമെന്റ് എന്റിറ്റീസ് ഇറാന്റെ ഇക്കണോമിയിലേക്ക് ഒരു ചെറിയ ലൈഫ് ലൈൻ പോലും കൊടുക്കുന്നവരെ പ്രഷർ ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ഇറാനെ മാത്രം സാങ്ഷൻ ചെയ്യില്ല, ഇറാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരെയും പിടിക്കും. ഇതാണ് ട്രംപിന്റെ പുതിയ സ്ട്രാറ്റജി. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനെതിരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതികഠിനമായ സാമ്പത്തിക ഉപരോധങ്ങളുമായി മുന്നോട്ടു പോകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ്. ട്രംപ് തന്നെയാണ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഏറ്റവും ഭീകരമായ സാമ്പത്തിക നീക്കം, ക്രഷിംഗ് ഇക്കണോമിക് ഓപ്പറേഷൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. ഇറാനുമായി ബിസിനസ് ചെയ്യുന്ന ഏതൊരു രാജ്യവും ഭീമമായ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. വരാനിരിക്കുന്ന US ഇടക്കാല തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്കയുടെ ഈ ഒരു കടുത്ത നീക്കം. ഈ സംഘർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ആണ്. ലോകത്തിലെ മൊത്തം എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ നിർണായക പാത US ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ വലിയൊരു പരിധിവരെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ ഉപരോധവും ഇറാന്റെ മറുപടി നീക്കങ്ങളും കാരണം ഈ മേഖലയിൽ കപ്പൽ ഗതാഗതം സ്തംഭിച്ച അവസ്ഥയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ പ്രതിസന്ധികളിൽ ഒന്നിനാണ് ഇപ്പോൾ വിപണി സാക്ഷ്യം വഹിക്കുന്നത്. ബ്രെഡ് ക്രൂഡ് ഓയിൽ വിലയിലുള്ള മാറ്റങ്ങളും ഗ്ലോബൽ മാർക്കറ്റിലെ ആശങ്കകളും ഇതിന്റെ ആഴം കൂട്ടുന്നു. ആദ്യം ഇറാനുമായി ഒരു ആണവ കരാറിലെത്താൻ ട്രംപ് ശ്രമിച്ചിരുന്നുവെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ല. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നു കൊടുക്കുകയാണെങ്കിൽ ആണവ വിഷയത്തിൽ അല്പം അയവ് വരുത്താൻ തയ്യാറാണ് എന്ന നിലപാടിലായിരുന്നു ട്രംപ്. എന്നാൽ ഇറാൻ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അമേരിക്കയുമായിട്ടുള്ള നേരിട്ടുള്ള ചർച്ചകൾ തള്ളിക്കളയുകയും ചെയ്യും. ഇതിനിടയിലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഭാഗത്തു നിന്നും അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള കടുത്ത മുന്നറിയിപ്പുകളും പുറത്തുവരുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിലൂടെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സ്ഥിതിഗതികൾ ഇനിയും ശാന്തമായിട്ടില്ല. ഈ ഒരു സംഘർഷം അമേരിക്കയും ഇറാഖിനെയും കുവൈറ്റിനെയും മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെയാണ്. ഇന്ധന വിലക്കയറ്റവും പണപ്പെരുപ്പവും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീതി പരത്തുന്നുണ്ട്. ട്രംപിന്റെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുമോ അതോ സാഹചര്യം കൂടുതൽ കൈവിട്ടു പോകുമോ? ലോകം ഇപ്പോൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: അടുത്ത നീക്കം ആരുടെ ഭാഗത്ത് നിന്നായിരിക്കും? അപ്പോൾ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ തീക്കളി എങ്ങോട്ട് ചെന്നെത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.